ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാചകം ചെയ്യണതല്ല കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഇന്ന് എൻ്റെ കുറച്ച് ഇലച്ചെടികളെ കളക്ഷൻ അത് ആണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഈ ഇലച്ചെടി കുറേ അങ്ങോട്ട് നീളം വെച്ച് പോകുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മീതെ ഈ മഞ്ഞ കളറും പച്ച കളറും കൂടി കലർന്നിട്ട് നല്ല ഭംഗിയുള്ള ലീഫാണ് കേട്ടോ അതിനുണ്ടാവുക. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ. പിന്നെ ഈ ചെടിക്ക് മാസം മാറി എന്ന് പറയട്ടെ ഞങ്ങളിങ്ങോട്ട്. ഇത് പല സമയത്തും പല കളറിൽ ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരും. ഈ പൂവ് വന്നത് പൊട്ടിച്ചിട്ടാണോ, അത് ഞാൻ പിന്നെ പൊട്ടിച്ചില്ല. പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു ലീഫുള്ളൊരു കോളിയൻസ് പ്ലാന്റ് ആണ് കേട്ടോ. അത് ഇതിന് കണ്ണാടി ചെടി എന്നും പേരുണ്ടേ. പല വെറൈറ്റീസും ഇതുപോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നശിച്ചു പോയി. പിന്നെ ഇത് വേറൊരു സൈസ് ഇലച്ചെടിയാണ്. ഇതുണ്ടായി വരുന്ന സമയത്ത് നല്ലൊരു ലൈറ്റ് പച്ച കളറായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അതിനൊക്കെ വേറെ എന്തൊക്കെയോ പേരുണ്ട്, ആ പേരൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ഇത് വേറൊരു ഇലച്ചെടി. അതിപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കുകയാണ്. അത് ഇല ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വേറൊരു ചെടി. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്തൊരു പ്രാണി ഇങ്ങനെ ഇതാക്കിയിട്ട് ഒക്കെ നശിച്ച് വന്നിട്ട് രണ്ടാമത് ഞാൻ പിടിപ്പിച്ചുണ്ടാക്കിയതാണ്. പിന്നെ അതുപോലത്തെ ഒരു ഇലച്ചെടി തന്നെയാണിത്. ഇതിങ്ങനെ ആയി വരുന്ന സമയത്ത് നല്ലൊരു റോസ് കളറായിട്ടാണ് ഉണ്ടാവുക ഇല. പിന്നെ ഇത് വേറൊരു ചെടിയാണ്. ഇതൊക്കെ നല്ലോണം ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ മുൻഭാഗത്തുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുപോലത്തെ ഒരു ചെടിയാണ് ഇത്. ഇതും ഇതുപോലെ പടർന്നിട്ട് ഇങ്ങനെ ഒരു ബുഷിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് നല്ല നല്ല കളറായിട്ട് ഇത് വരും കേട്ടോ. പിന്നെ ഇത് വേറൊരു ഇലച്ചെടി. പിന്നെ ഈ പച്ച ലീഫുള്ളത് നല്ല ബുഷിയായിട്ട് വന്നതാണ് കേട്ടോ. എന്തോ പ്രാണികളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഒരു കഷ്ണം വീണ്ടും ഞാൻ നട്ട് ഉണ്ടാക്കി വരികയാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ് ബുഷിയായിട്ട് നിൽക്കുന്ന സമയത്ത്. ഇത് കണ്ടില്ലേ, വേറൊരു വെറൈറ്റി. നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഇല കാണാൻ. നല്ലൊരു കളറുമാണ്. ഈ കണ്ണാടി ചെടി ഒരു ചെറിയ കഷ്ണം ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിൽ കുഴിച്ച് വെക്കുക. വലിയ പരിചരണത്തിനൊന്നും ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുക. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഇത് പിന്നെ വേറൊരു പുല്ല് പോലത്തെ ഒരു ചെടിയാണ്. ഇതൊക്കെ നല്ല ബുഷിയായിട്ട് നിന്നതാണ്. ഇതൊക്കെ മഴ പെയ്തിട്ട് വീണ്ടും ഞാനൊക്കെ കിളിർപ്പിച്ചിട്ട് കുഴിച്ച് വെച്ചതാണേ. ഇതും അതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. നല്ലൊരു മെറൂൺ കളറായിട്ട് വരും ഇതിൻ്റെ ലീഫ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് പല ചട്ടികളിലായിട്ട് ഇങ്ങനെ വരി ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് പിന്നെ മുറി കൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഔഷധ ചെടിയാണ്. അതും ഇങ്ങനെ പട്ടാളിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതൊരു ചീരര വർഗ്ഗത്തിൽപ്പെട്ട ചെടി കേട്ടോ. തോരനും കറിയൊക്കെ വെക്കാൻ എടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഈ മെറൂൺ കളറിൽ നല്ല ബുഷിയായിട്ട് വളർത്തിയാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. ചില സമയത്ത് ഇത് നല്ല കടും കാപ്പി കളറായിട്ട് വരും. ഇത് പിന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ നട്ടിട്ട് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.